അങ്ങനെ രവിയും സൗമ്യയും കുട്ടികളും കൂടി തുണിക്കടയിലേക്ക് പോയി. തുണിക്കടയുടെ പാർക്കിംഗ് ഏരിയയിൽ രവി കാർ പാർക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് കടയിലേക്ക് കയറി. കടയിൽ ചെന്ന ഉടനെ സൗമ്യ തിരക്കിയത് നമുക്ക് രമ്യേച്ചി ഇവിടെ ഉണ്ടെന്ന് നോക്കാം. കാര്യം എന്ന് വെച്ചാൽ രമ്യേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല സഹായമാണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും രമ്യേച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. എല്ലാ സെക്ഷനിലും നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. ആവശ്യമുള്ള നല്ല നല്ല ഡ്രസ്സുകൾ കാണിക്കുകയും ചെയ്യും. അവൾ മുകളിലേക്ക് ഓടിക്കയറി. കൂടെ രവിയും കുട്ടികളുമുണ്ട്. അവന് നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. അടുക്കും തോറും നെഞ്ചിടിപ്പ് കൂടിക്കൂടി വരികയാണ്. അവൾ മോനെ കാണുമ്പോഴുള്ള അവളുടെ രീതി എന്തായിരിക്കുമെന്ന് ഓർത്തിട്ടായിരുന്നു അവന് ടെൻഷൻ. എന്തെങ്കിലും കയ്യിൽ നിന്ന് പോയാൽ പിന്നെ തീർന്ന്. കാരണം സൗമ്യയുണ്ട്, കുട്ടികളുണ്ട്. ദൈവത്തെ അവൻ വിളിച്ചാണ് അവളുടെ അടുത്തേക്ക് പോയത് തന്നെ. നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടായിരുന്നു. ഭഗവാനെ, ഒന്നും ഉണ്ടാവല്ലേ, അവളുടെ ഭാഗത്തുനിന്നും തെറ്റായ ഒരു സമീപനവും ഉണ്ടാവരുതേ, അതായിരുന്നു അവൻ്റെ പ്രാർത്ഥന മുഴുവൻ. അങ്ങനെ സൗമ്യ ഒടുവിൽ രമ്യയെ കണ്ടുപിടിച്ചു. രമ്യ ചേച്ചി കുറേ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ, കുട്ടികൾക്കും എനിക്കുമൊക്കെ. അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നത്തെയും പോലെ ആ കോൺഫിഡൻസ് മുഖത്തില്ല. സ്വന്തം മോനെ കാണാൻ പോകുന്നതിൻ്റെ ടെൻഷനായിരുന്നു മുഖത്ത് മൊത്തം. എന്ത് ചേച്ചി വയ്യേ? അല്ല, രാവിലെ തൊട്ടൊരു തലവേദന. ഒറ്റയ്ക്കാണോ? അല്ലല്ല, ഹസ്ബൻഡും കുട്ടികളും തോണ്ട കയറി വരുന്നുണ്ട്. അവൾക്ക് പെട്ടെന്ന് തന്നെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. മോനെ കാണാൻ പോവുകയാണ് ഇത്രയും വർഷത്തിന് ശേഷം. അവൾക്ക് എന്തോ പോലെ തോന്നി. ചേച്ചി, പിന്നെ രവിയേട്ടന് നല്ല നല്ല ഷർട്ടുകൾ കുറച്ച് വേണം കേട്ടോ. ഓഫീസിലിടാനേ എൻ്റെ ഹസ്ബൻഡ് ഷർട്ട് ഒരുപാട് കുറവാണ്, അപ്പോൾ കുറച്ച് കൂടുതൽ വേണം. പിന്നെ എനിക്കും കുട്ടികൾക്കും എല്ലാം പിന്നെ അമ്മയ്ക്കും വേണം, ഞങ്ങളുടെ അമ്മയ്ക്കും. എല്ലാവർക്കും എടുക്കാം, സമാധാനമായിട്ടിരിക്കും. നമുക്ക് ഓരോ സെക്ഷനിലും പോയി സമാധാനമായിട്ട് നോക്കി സെലക്ട് ചെയ്തിട്ട് എടുക്കാം, അവൾ പറഞ്ഞു. പറയുന്നതിനിടയ്ക്ക് അവളുടെ കണ്ണുകൾ രവിയെയും കുട്ടികളെയും തിരയുകയായിരുന്നു. അതാ രവി മുന്നിലേക്ക് വരുന്നു. അവൾക്ക് ടെൻഷൻ നല്ലതായിട്ട് കൂടി. തൊട്ടു പിറകിൽ 2 കുട്ടികളെ കാണുന്നുണ്ട്. മുഖം വ്യക്തമല്ല. ആരെയാണ് ചേച്ചി നോക്കുന്നേ? അല്ല, ഹസ്ബൻഡും കുട്ടികളും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല അല്ലേ? രവിയേട്ടാ, അവൾ നീട്ടി വിളിച്ചു. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്, ഇന്നാളും വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടില്ലല്ലേ രമ്യ? ഇല്ല, കണ്ടില്ല. ഇതാണ് ഹസ്ബൻഡ്. പിന്നെ എൻ്റെ മോനും എൻ്റെ മോളുമാണ് ബാക്കിൽ നിൽക്കുന്നത്. അവൾ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി. മോനെ കണ്ടതും അവൾക്ക് നെഞ്ച് തകർന്ന പോലെ തോന്നി. എത്രയോ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കുഞ്ഞിനെ വീണ്ടും കണ്ടേക്കുന്നു. അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു. അവന് അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, മക്കളെ, ഇതാണ് അമ്മയുടെ കൂട്ടുകാരി ആൻറ്റി കേട്ടോ, മോനോട് പറഞ്ഞു. അവൻ അവളെ നോക്കി ചിരിച്ചു. അവൾക്ക് തോന്നി തൻ്റെ അതേ ഫോട്ടോ കോപ്പിയാണ് മോനെന്ന്. കാരണം ചിരിച്ചപ്പോൾ താൻ പണ്ട് ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. മോനെക്കുറിച്ച് അവൾ പ്രത്യേകം ചോദിച്ചു. മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, എത്ര വയസ്സുണ്ട് എന്നൊക്കെ. സൗമ്യ കറക്റ്റായിട്ട് എല്ലാത്തിനും ഉത്തരം കൊടുക്കുന്നുണ്ടായിരുന്നു. സൗമ്യ മോൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. സ്വന്തം അമ്മയല്ലെങ്കിൽ പോലും അവൻ്റെ കാര്യങ്ങൾ അവൾ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു. പറ്റി കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? ഒന്നുമില്ല, കണ്ണിലെന്തോ പൊടി വീണെന്ന് തോന്നുന്നു, അവൾ പറഞ്ഞു. മോൻ വാ, ഡ്രസ്സൊക്കെ എടുത്തു തരാം. ഏത് ഡ്രസ്സാണ് മോന് ഇഷ്ടം? രമ്യ മോൻ്റെ കയ്യിൽ കയറി പിടിച്ച്. സൗമ്യക്ക് എന്തോ പോലെ തോന്നി. എന്ത് പറ്റി മോനോടൊരു സ്നേഹം? അവൾ രവിയോട് അടക്കം പറഞ്ഞു. അവർക്ക് പിന്നെ നീയല്ലേ പറഞ്ഞ അവർക്കൊരു മോളാണെന്ന്, ചിലപ്പോൾ ആൺകൊച്ചുങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ മോൻ്റെ കൈ പിടിച്ച് രമ്യ മുമ്പേ നടന്നു. തൊട്ട് പിന്നാലെ സൗമ്യയും രവിയും മോളും. അങ്ങനെ ഓരോ സെക്ഷനിലും കൊണ്ടുപോയി ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് മോന് വേണ്ടുന്ന ഡ്രസ്സൊക്കെ സൗമ്യ സെലക്ട് ചെയ്യാൻ രമ്യ സമ്മതിച്ചില്ല. ഞാൻ സെലക്ട് ചെയ്യാം. ഇച്ചിരി അധികാരഭാവം കാണിച്ചത് സൗമ്യക്ക് എന്തോ പോലെ തോന്നി. കാര്യം അവനെ എല്ലാ ഡ്രസ്സും രമ്യ തന്നെയാണ് സെലക്ട് ചെയ്തത്, എല്ലാം വെച്ച് നോക്കിയതും എല്ലാം. എന്നിട്ട് അവനോടൊരു പ്രത്യേക സ്നേഹം കാണിക്കുന്നതും അവൾ കണ്ടു. എന്ത് പറ്റിയെന്നറിയത്തില്ലല്ലോ, രമ്യേച്ചിക്ക് മോനോടൊരു പ്രത്യേക സ്നേഹം. അവൾ ഭർത്താവിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലടി, ഇനി അവർക്ക് ആൺകൊച്ചുങ്ങളോട് സ്നേഹം കൂടുതലായിരിക്കാം. എന്താണെന്ന് അറിയാൻ വയ്യ, വന്നടം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നീ ഇനി അതിനകത്തൊന്നും നെഗറ്റീവ് ഒന്നും കണ്ടുപിടിക്കണ്ട, അവർ ആമക്കളില്ലാത്തതുകൊണ്ടായിരിക്കാം. അവൻ ആ വിഷയം അങ്ങ് മാറ്റാൻ നോക്കി. രമ്യയ്ക്ക് മോനെ വിടാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അവൾ ഇച്ചിരി ഓവറാവുന്നുണ്ടെന്ന് രവിക്ക് തോന്നി. ഞാൻ വാണിങ് കൊടുത്തതാണ്, ഒരു തരത്തിലും സൗമ്യയ്ക്കൊരു സംശയം ഉണ്ടാക്കാൻ ഇടയാകരുതെന്നൊക്കെ. എന്നിട്ട് കാണിക്കുന്നു നോക്കിയേ. അവളാണെങ്കിൽ 1-2 വട്ടം തന്നോട് ചോദിച്ചു, രമ്യേച്ചി എന്താ അങ്ങനെ, രമ്യേച്ചി എന്താ ഇങ്ങനെ, മോനോട് എന്താ ഒരു പ്രത്യേക സ്നേഹം എന്നൊക്കെ. നാളെ ഇനി ഓഫീസിൽ വന്നിട്ട് ഫോൺ വിളിച്ചിട്ട് നല്ല 2 ഡോസ് കൊടുക്കണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. എന്നിട്ട് കാണിക്കുന്ന വേല. അവന് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ചത് കാണിക്കാനും പറ്റില്ല. അങ്ങനെ ഡ്രസ്സുകളെല്ലാം സെലക്ട് ചെയ്ത് എല്ലാം എടുത്ത് ബില്ലിടാനായി താഴേക്ക് പോയതും പതിവില്ലാതെ രമ്യയും അവരോടൊപ്പം താഴേക്ക് വന്നു.
അതൊക്കെ സൗമ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് എന്ത് പറ്റിയെന്നാണ് സൗമ്യ ആലോചിച്ചത്. കാര്യം ബില്ലിടാനൊന്നും തന്നോടൊപ്പം ഇതുവരെ താഴോട്ട് വന്നിട്ടില്ല. അന്ന് ഡ്രസ്സ് വാങ്ങിക്കാൻ സെലക്ട് ചെയ്യാനും എല്ലാം സഹായിച്ചു എന്നല്ലാതെ ബില്ലിടാനൊന്നും താഴോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് പതിവില്ലാതെ ബില്ലിടാൻ വന്നു. താങ്കൾ ഇറങ്ങിയപ്പോഴത്തേക്ക് തൊട്ട് പിറകെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്താണെന്ന് അവൾക്കൊരു ഒരു ആശയക്കുഴപ്പം പറ്റി. തങ്ങളുടെ മോനെ കണ്ടപ്പോഴാണല്ലോ ഈ പ്രശ്നമെന്നാണ് അവൾക്ക് ചിന്തിച്ചപ്പോൾ മനസ്സിലായത്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാറിനകത്ത് കൊണ്ടുവച്ച് അവർ 4 പേരും കാറിലേക്ക് കയറി. വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഈ കാര്യം സംസാരിച്ചാലോ എന്ന് സൗമ്യ ആലോചിച്ചെങ്കിലും കുട്ടികളുടെ മുന്നിൽ വെച്ച് വേണ്ട എന്ന് വിചാരിച്ചു. അവൾ എന്നിട്ട് ഒരു വിഷയം എടുത്തിട്ടു. മോനെ, ആ ആൻറ്റി എങ്ങനെയുണ്ട്? ആ ആൻറ്റിക്ക് എന്നോട് ഭയങ്കര സ്നേഹം അമ്മേ. ആ ആൻറ്റിയാണല്ലോ എൻ്റെ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് തന്നത്. മോൻ്റെ ചിരി കാണാൻ നല്ല ഭംഗിയെന്ന് ആൻറ്റി എന്നോട് രഹസ്യമായി പറഞ്ഞു. അതൊക്കെ പറഞ്ഞു അല്ലേ? അവൾക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നി. രമ്യയുടെ ഭാഗത്ത് നിന്ന് താൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയത്. ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യം രവിയോട് സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ അവൾ വീടെത്തുന്നതും കാത്തിരുന്നു. പാതി വഴിക്ക് ഇറങ്ങി ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സൗമ്യ സമ്മതിച്ചില്ല. വീട്ടിൽ ചോറും കറിയെല്ലാം വെച്ചിട്ടല്ലേ വന്നത്, അത് കഴിക്കാം. കാരണം അത്രയും സമയം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കടയിൽ നിന്ന് കഴിക്കാൻ പോലും സമ്മതിക്കാഞ്ഞ്. അങ്ങനെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.